ഭൂഗോളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ദജ്ജാൽ പറയുന്നതാണ്. ദജ്ജാലിന് വേണ്ടി ഉണ്ടാക്കിയ രോഗമാണ് കൊറോണ. അത് മനുഷ്യൻ്റെ സ്വഭാവം തന്നെ മാറ്റി. അതിൻ്റെ ലാഭം ദജ്ജാലിനാണ്. ഇങ്ങനെ ഇത്രത്തോളം മനുഷ്യൻ സോഷ്യൽ മീഡിയക്ക് അടിമപ്പെടാനുള്ള കാരണം കൊറോണയാണ്. ദജ്ജാലിൻ്റെ രോഗം, ദജ്ജാൽ വരുത്തിയ രോഗം, അവരുടെ കമ്മ്യൂണിക്കേഷൻസ്. കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, എന്ത്, ഞങ്ങൾക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞൊരു വലിയ പ്രശ്നങ്ങളുണ്ടായി. മനുഷ്യരെല്ലാവരും കൂടി മനുഷ്യരല്ല. അതിനകത്ത് മനുഷ്യരല്ല എന്നല്ല, മനുഷ്യർ മുഴുവനും കൂടെ 100% മനുഷ്യപുത്രന്മാർ അല്ലാത്തവരുമുണ്ട്. ജാക്ക് പാഴ്സൺസിന്റെ ഭാര്യ മരിക്കുന്നവരെ പറഞ്ഞിരുന്നു, ഞാൻ മനുഷ്യ സ്ത്രീയല്ല. എത്ര വട്ടമാണ് അമേരിക്കൻ ചാനലുകൾക്ക് ആ വിവരം കൊടുത്തതെന്ന് കണക്കില്ല. ഞാൻ മനുഷ്യ സ്ത്രീയല്ല. ജാക്ക് പാഴ്സൺസിന്റെ ഭാര്യ മറ്റാളോട് ഒളിച്ചോടി. അപ്പോൾ പൈശാചിക ഉപാസന ചെയ്തിട്ട് പിശാചുക്കളോട് ജാക്ക് പാഴ്സൺസ് ആവശ്യപ്പെട്ടു, എനിക്ക് മനുഷ്യ സ്ത്രീയല്ലാത്ത ഒരു ഭാര്യയെ വേണം. ഒരു ദിവസം ജാക്ക് പാഴ്സൺസിൻ്റെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു. പിന്നെ അവർ കൂടെ ജീവിച്ചു. ഈ സ്ത്രീ അമേരിക്കൻ ചാനലുകൾക്ക് ഒരുപാട് വട്ടം അഭിമുഖം കൊടുത്തിട്ടുണ്ട്, ഞാൻ മനുഷ്യ സ്ത്രീയല്ല. എല്ലാം കൂടി പറയാൻ നിങ്ങൾ സമ്മതിക്കൂല. കുറച്ച് പറയുമ്പോൾ നിങ്ങൾ ചൂടാവും. ഇതൊന്നല്ല കാര്യം നിന്റെ അപ്പുറത്താണ് നടക്കുന്നതൊക്കെ ചതിയ. എന്നാൽ അവർ മനുഷ്യന്മാരാണ്. മനുഷ്യൻ അവരെ തൊട്ടിട്ടുണ്ടാവും, എന്നാൽ മനുഷ്യരല്ലാത്തവരും അവരെ തൊട്ടിട്ടുണ്ടാവും. ആദമിൻ്റെ രക്തമല്ലേ ആദമിൻ്റെ മക്കൾക്കുണ്ടാവുക, എന്നാൽ കൊക്കേഷ്യൻസിൻ്റെ രക്തം ആദമീ രക്തമല്ല. ആദം ഹോമോസാപ്പിയൻസിൽപ്പെട്ട ആളാണ്, എന്നാൽ കൊക്കേഷ്യൻസ് ഹോമോസാപ്പിയൻസ് അല്ല. ഇപ്പോൾ സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, പലതുണ്ട്. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? ദജ്ജാലുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്, നടക്കാത്ത ഒരു ദിവസമില്ല. ദജ്ജാലുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കാത്ത ഒരു ദിവസവുമില്ല. 1-2 ലോകമഹായുദ്ധങ്ങളിൽ മനുഷ്യൻ ചിന്തിക്കാത്ത സംഭവിച്ചിട്ടുണ്ട്. അതിന് പിന്നിലൊക്കെ ആളുകളുണ്ടായിരുന്നു. മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 1-2 ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ദജ്ജാൽ പിന്നിൽ നിന്ന് നടത്തിയ യുദ്ധങ്ങൾ മാത്രമാണ്. അതിനൊക്കെ പിന്നിൽ പല ആളുകളുണ്ടായിട്ടുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണല്ലോ. പിശാചുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കാനുള്ള എല്ലാവിധ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫയുമായി ഉള്ള കമ്മ്യൂണിക്കേഷൻസിനും സംവിധാനങ്ങളുണ്ടല്ലോ, ഉണ്ടാവുമല്ലോ. നമുക്ക് നടന്നില്ലെങ്കിലും അല്ലാഹു നീതിമാനല്ലേ, അപ്പം അതുണ്ട്. പക്ഷേ പിശാചിനുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധ്യത കൂടുമ്പോൾ നബിയോടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യം കുറയേ. കാരണം അങ്ങനത്തെ ആയാലേ നബിയോടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുള്ളൂ. ഒരാൾ എങ്ങനെ വൃത്തികെട്ടവനാണോ അത്രയും പൈശാചിക കമ്മ്യൂണിക്കേഷൻസിൻ്റെ സാധ്യത ഒരുങ്ങുമെങ്കിൽ അത്വയ്യബു ത്വയ്യിബീനായാൽ മാത്രമേ എന്തിൻ്റെ സാഹചര്യം ഉണ്ടാവുള്ളൂ. കാരണം സയ്യിദ് ത്വയ്യിബീനാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഹബീസിയനായ ആളുകൾക്ക് ആണ് ദജ്ജാലിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞ അലക്സാണ്ടറുടെ അമ്മ വിവസ്ത്രയായിട്ടാണ് ജീവിക്കുക. 100% അങ്ങനെയാണ്. എന്തുകൊണ്ട്? സ്യൂസ് അവരെ വ്യഭിചരിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം.
അലക്സാണ്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ ജ്യൂസാണ്, ഫിലിപ്പല്ല. അതുകൊണ്ട് ദൈവിക സിദ്ധി യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്ഥാനമാണ് ആർക്കുള്ളത്? ജ്യൂസിനുള്ളത്. ആ ദൈവത്തിൻ്റെ സിദ്ധി എനിക്കുണ്ട് എന്ന വിശ്വാസമാണ് ആർക്കുള്ളത്? അലക്സാണ്ടർക്ക് ഞാൻ മരിക്കൂല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മരിക്കൂല എന്ന വിശ്വാസം അലക്സാണ്ടർക്ക് ഉണ്ടായിരുന്നു. ഞാൻ തോൽക്കൂല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അത് സത്യമാണ്, തോറ്റിട്ടുമില്ല. അമ്മ പൈശാചിക ബന്ധമുള്ള സ്ത്രീയായിരുന്നു. ആ പിശാചുമായുള്ള ബന്ധം അതിന്നും ഉള്ള ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഇപ്പൊ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കക്കൂസുകളിൽ നല്ലോണം ശ്രദ്ധിക്കണം. കുളിപ്പുരകളിൽ ശ്രദ്ധിക്കണം. കുളിപ്പുരകളിൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? കുളിപ്പുരകളിൽ ദിക്ർ ചൊല്ലാതെ കുളിപ്പുരകളിലും മറപ്പുരകളിൽ പെണ്ണുങ്ങൾ പ്രവേശിക്കരുത്. അങ്ങനെ പ്രവേശിക്കാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അക്കാലത്ത് അവർക്ക് ആ ഒരു ഖൈറും ത്വഹാറത്തും നിലനിന്നിട്ടുമുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് വിവസ്ത്രകളായിട്ടാണ് പെണ്ണുങ്ങൾ മറപ്പുരകളിൽ പ്രവേശിക്കുക. അത് പെണ്ണിന് പൈശാചിക ബന്ധമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അല്ലെങ്കിൽ തന്നെ പിശാചിനെ പെണ്ണിനെ കണ്ടുകൂടെ? കാണാം. പക്ഷേ ദിക്ർ ഒരു മറയാണെന്ന് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിജാബും ബൈന ബനി ആദം വബൈന ശയാത്തീൻ, പിശാചുക്കൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള മറയാണ് അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ദിക്ർ എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കക്കൂസിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലായില്ലേ? കക്കൂസിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും കാവൽ തേടുന്നു എന്നത് ഹിജാബും ബൈന ബനി ആദം വബൈന ശയാത്തീൻ, പിശാചുക്കൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള മറയാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതെന്തായി? അവർക്കൊരു കവചം വന്നു. ആർക്ക്? ഈ ആണിനും പെണ്ണിനും. പിന്നെ പിശാചിന് ഇവരെ തടിയിൽ കയറാൻ കഴിയില്ല എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ പ്രയോഗമില്ല. പിന്നെ എന്താണ്? വിവസ്ത്രകളായി കുളിക്കരുത് എന്നുണ്ട്, വിവസ്ത്രകളായി കുളിക്കരുത് എന്നുണ്ട്. അത് നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഉദാഹരണം, പഴയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ എന്താ പറയാ, തടുക്കുകൾ കെട്ടും. മറ്റേ ഇതിൻ്റെ എന്താ പറയാ, ഓലത്തടുക്കുകൾ കെട്ടിയിട്ട് ആ തടുക്ക് മേലെ 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 കെട്ടി നല്ല പോലെ 1, 2, 3 തടുക്കൊക്കെ കെട്ടി ക്ലിയറാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? മറപ്പുറകൾ കെട്ടി കിണറിൻ്റെ പരിസരത്ത്. എന്നിട്ട് അവിടെ 2, 3, 4 ബക്കറ്റിൽ വെള്ളം കൊണ്ട് വെക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വെള്ളം കൊണ്ട് പെണ്ണുങ്ങൾ കുടിക്കും. അല്ലേ? അങ്ങനെയല്ലേ പറയേ? അപ്പോഴും പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? കഴുത്ത് വരെ കെട്ടും. ഒരു തുണി ഉണ്ട്, കഴുത്ത് വരെ കെട്ടും. എന്നിട്ടാണ് കുളിക്കുക. എല്ലാ ദിക്റും ചൊല്ലിയതിനു ശേഷം. ഇന്നതൊന്നുമില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? അപ്പോൾ വൃത്തികെട്ടവർക്ക് അവരിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടായി. വൃത്തികെട്ട രീതികൾ കൊണ്ട് അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിനക്ക് നടക്കണമെങ്കിൽ എന്തു വേണം? നീ നല്ലവരിൽ 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 നല്ലവനാകണം. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര റയർ കേസാണ്. പക്ഷെ അങ്ങനത്തെ ഒരാൾ ഉണ്ടാകും, ഇല്ലാതെ ഈ ഭൂമി നടക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാളെ ഞാൻ എന്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ സയ്യിദുൽ അനാം, സയ്യിദുൽ ത്വയ്യിബീൻ. അപ്പോൾ എന്ത് ചെയ്യണം എന്നത് നബിയോട് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ലത്തിലോ മനാമിലോ വന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകും. ഉണ്ട് 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 ഉണ്ടാകുമെന്നല്ല, ഉണ്ട്. എനിക്കറിയുന്ന തന്നെ ചില ആളുകളുണ്ട്. അവരെന്ത് കാര്യം ചെയ്യണം റസൂലുള്ളാഹി തങ്ങൾക്ക് അവർക്ക് സമ്മതം കൊടുക്കും, അല്ലാതെ പറയില്ല, അല്ലാതെ ചെയ്യൂല. ഞാനറിയുന്ന ആളുകളുണ്ട്. ഈ ഭൂമിക്ക് മുകളിലുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. മനസ്സിലായില്ല? പിശാചിനോട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് സാധ്യതകൾ കൂടി. എന്നാലും മനസ്സിലായില്ലേ? അപ്പോൾ പിശാചുമായുള്ള സദാബന്ധങ്ങൾ അനവധി കാര്യങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈശാചിക ബന്ധങ്ങൾ, പൈശാചിക വ്യഭിചാരങ്ങൾ, പിശാച് വ്യഭിചരിക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ ഇന്ന് അധികരിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു. എന്നാലും ഉണ്ട്.
എന്നാലും ഉണ്ട്, ഇല്ലാതിരിക്കൂല. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ മുത്തറ റസൂലുള്ളാഹിനോടുള്ള ബന്ധം ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കും. അതാണ് ളാഹിരീന അലൽ ഹഖ്. അവർ ളാഹിരീന അലൽ ഹഖ്. അവർ ഹബീബായ നബിയോട് അവർക്ക് ബന്ധമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്ലത്തുൽ മനാമിലെ പുണ്യ റസൂലുള്ളാഹി അവർക്ക് ഡയറക്ഷൻ കൊടുക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇല്ലാതെ ഭൂമി നിലനിൽക്കുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു നീതിമാനാണ്. അവരാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അവരാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ. അതാണല്ലോ നിഅമത്ത്. മറ്റൊക്കെ നിഅമത്ത് എന്ന് പറഞ്ഞെങ്കിലും അതൊക്കെ അതൊന്നും സീനത്താണ്. നിഅമത്ത് എന്ന് പറഞ്ഞതുമുണ്ട്, സീനത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. സീനത്ത് നിഅമത്താണെങ്കിലും സീനത്തിന് സീനത്തായിട്ട് തന്നെ ഉള്ളൂ, നിഅമത്തല്ല. നിഅമത്ത് എന്ന് പറഞ്ഞാൽ നിഅമത്ത് തന്നെയാണ്. വഇൻ തഉദ്ദു നിഅമല്ലാഹി എന്നല്ല, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്നാണ് ആയത്ത്. ഏകവചന. അതേതാ? അന്നിഅമത്തുൽ കുബ്ര. അത് മുഹമ്മദാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, മുഹമ്മദ് എന്ന ആളെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളെ നിങ്ങൾക്ക് എണ്ണിയാൽ ലാ തുഹ്സുഹാ, അതിനെ കണക്കാക്കാൻ നിങ്ങൾക്ക്. അതാണ് ഞാൻ വെക്കണ അർത്ഥം. ഞാനിത് വെക്കണ അർത്ഥം മനസ്സിലായില്ല. അല്ലാഹു തആലക്ക് നിഅമത്ത് എന്ന് പറയുകയാണെങ്കിൽ 4 അക്ഷരം മതി, നിഅമ എന്ന് പറയാൻ 3 അക്ഷരം മതി. അങ്ങനെയല്ലേ പറയേണ്ടത്? വഇൻ തഉദ്ദു നിഅമല്ലാഹി, അല്ലാഹുവിന്റെ നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഇന്ന് നമ്മൾ വയലിൽ വെക്കുന്ന അർത്ഥമാണെങ്കിൽ അള്ളാഹ്ക്കോടെ 3 അക്ഷരം പോരെ? നിങ്ങളിൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. ഇന്നിപ്പോ ഈ ആയത്തോടെ നമ്മൾ വെക്കുന്ന അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ നമുക്ക് കഴിയൂല. അങ്ങനെയാണെങ്കിൽ എടോ അള്ളാഹ്ക്ക് ഒരു അക്ഷരം കുറിച്ചുകൂടാനോ? നിഅമത്ത് എന്നാൽ ഒരു നിഅമത്ത്, നിഅമത്തുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ വാഴ്ന്ന് പറയുന്ന അർത്ഥമാണ് എങ്കിൽ അള്ളാഹ്ക്ക് അവിടെ എന്ത് ചെയ്യാ? ഒരക്ഷരം എഡിറ്റ് ചെയ്തൂടെ? ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കിതാബ് ഖുർആനാണ്. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. അള്ളാഹിന്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ കഴിയൂല എന്നാണെങ്കിൽ എടോ ഒരു ഹാത്ത അവിടെ കൂടിയില്ലേ? പടച്ചോനെ ഇവർക്കൊരു അന്തം കൊടുക്കണം. എടോ അവിടെ ഹാത്താവ് കൂടിയില്ലേ? എന്ന് പറഞ്ഞാ പോരെ? അള്ളാഹുവിന്റെ നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കാൻ കഴിയൂല എന്നാണെങ്കിൽ എടോ എന്ന് പറഞ്ഞാ പോരെ? ഇവിടെ പറഞ്ഞ നിഅമല്ലാന്നല്ലല്ലോ. ഈ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നിഅമെന്ന് അർത്ഥം വെക്കണത്. നിഅമെന്ന് പറയാം, അങ്ങനെ പറഞ്ഞാൽ പോലെ അള്ളാഹ്ക്ക്. അപ്പൊ ആത്താവ് കുറഞ്ഞിട്ടില്ലേ? അപ്പൊ നിഅമത്ത് തന്നെ അന്നിഅമത്തുൽ കുബ്ര. അതേതാ? ഫഹിയ മുഹമ്മദ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം കണക്കാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അത് എത്രത്തോളം നിങ്ങൾക്ക് പോകുന്നോ അത്രയാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനിക്കൂല. ഈ ബീഡി വലിക്കുന്ന ആളുകൾക്ക് ആഞ്ഞാഞ്ഞ് വലിച്ചിട്ട് അവസാനത്തെ രസം വരുന്നൊരു സ്ഥലമുണ്ട്. അവർക്കൊക്കെ ഈ 2 ഭാഗത്ത് ഇവിടെ പൊള്ളിയിട്ടുണ്ടാവും. അത് നിക്കോട്ടിൻ്റെ ലാസ്റ്റ് കിട്ടുന്നത് പൊള്ളിയാലേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് അള്ളാന്റെ ഹബീബിനെ ആ നിഅമത്ത് ചെന്ന് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് പൊള്ളും. പൊള്ളാതെ നിഅമത്തിനെ കിട്ടൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? അതാ നിഅമത്ത്. അത് ഓരോരുത്തരും അളവിൽ വ്യത്യാസം ഉണ്ടാവും. അവൻ മനസ്സിലായില്ലേ? അവൻ നബിയിൽ ഇറങ്ങിയ അളവും മറ്റൊരാൾ നബിയിൽ ഇറങ്ങിയ അളവും വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ആ നിഅമത്തിനെ ആസ്വദിക്കും. എൻ്റെ മോളെ കെട്ടിക്കണോ വേണ്ടേ അത് റസൂൽ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇന്ന് ലോകത്തുണ്ടാവും. അതില്ലാതിരിക്കേ ഞങ്ങളിത് ഈ പ്രസംഗം ഞങ്ങളിത് നിഷേധിക്കും. നിങ്ങൾ നിഷേധിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിത് പറയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പരസ്യമായി ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഭൂലോകത്തിൻ്റെ മുകളിൽ ഉണ്ട്. എനിക്ക് അറിയുന്നവർ തന്നെ ഉണ്ട്. റസൂൽ പറഞ്ഞാൽ അത് ചെയ്യില്ല. ആ വ്യക്തി നിന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് കയ്യെന്നാൽ നീ സന്തോഷിക്കണം. എന്തുകൊണ്ട്? ആ വ്യക്തി അങ്ങനെ അല്ലാതെ ചെയ്യൂല. അങ്ങനത്തെ വ്യക്തികളും ഉണ്ട് ലോകത്തുണ്ട്. അല്ലാതെ
അള്ളാഹു നീതിമാനാണ്. ദജ്ജാലുമായുള്ള കമ്മ്യൂണിക്കേഷൻസിന് എല്ലാവിധ സൗകര്യവും ദജ്ജാലിനെ സംരക്ഷിച്ചു കൊണ്ടെടുക്കുകയാണല്ലോ. ദജ്ജാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുക. ദജ്ജാൽ ഇവിടെ ഉണ്ട്. ദജ്ജാൽ സംരക്ഷിക്കപ്പെടുക ഒരു ടീമുമായി എന്നോ അവർ ആബാ ആയിട്ട് അത് സംരക്ഷിച്ച് അവരുടെ അഭിനായിന് കൊടുത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ദജ്ജാൽ. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു ദ്വീപ് ഒരാൾ പോയി ഇമാറത്ത് ചെയ്ത് ആ ദ്വീപിൽ ഇങ്ങനെ നടന്നു. നിങ്ങളിപ്പോൾ ഒരു ദ്വീപ് നടത്തി കഴിഞ്ഞാൽ അത്രയല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ദ്വീപുണ്ട്. അതിപ്പോൾ എന്തേ പറയാഞ്ഞു? അങ്ങനെയാണ്. ഇപ്പോൾ അവർ പുറത്തിട്ടെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൊള്ളക്കാരെ പോലീസ് കൂടിയാൽ ഒരു പണിയുണ്ട്. 100 കിലോൻ്റെ സ്വർണ്ണമൊക്കെ കൊള്ളക്കാർ കൊണ്ടുവന്ന പോലീസ് കൂടിക്കഴിഞ്ഞാൽ പോലീസ് കൊള്ളക്കാരെന്ത് ചെയ്യും? വണ്ടിയിൽ നിന്നിട്ട് 100 നോട്ടിൻ്റെ കെട്ട് 500 നോട്ടിൻ്റെ കെട്ട് പുറത്ത് കൊടുക്കും. അപ്പോൾ ജനങ്ങൾ മുഴുവൻ അത് വാരാൻ വേണ്ടിയിട്ട് അത് കൂടും. അപ്പോഴത്തേന് പോലീസിന് ട്രാഫിക് ജാം വരും. അപ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്ക് കൊള്ളക്കാർക്ക് രക്ഷപ്പെടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വലിയ താങ്ങി പിടിച്ച രഹസ്യം തന്നതാണ്? എൻ്റെ വീട്ടികളെ ഇപ്പം നിങ്ങളെല്ലാവരും പറയാം ഭയങ്കര രഹസ്യം നടന്നു അറിഞ്ഞില്ലേ? ഭയങ്കര ഒരു ജീപ്പിൽ പോയിട്ട് ഒരാൾ എടാ അത് കൊള്ളക്കാർ 100 നോട്ടിൻ്റെ കെട്ട് പുറത്ത് കിട്ടതാണ്. എൻ്റെ വലിയ മുതൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നൊരു ചുക്കുമല്ല. നിങ്ങൾ താങ്ങി പിടിച്ച് പറയണം എല്ലാവരും നിങ്ങൾക്ക് അടുത്ത മാസം റമദാൻ മാസത്തിൽ വയറിലറിയാം. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വയറിൽ. നിങ്ങൾക്ക് പറയാതാ അങ്ങനെ നടക്കണോ അങ്ങനെ നടക്കണം. ഒരു ചുക്കുമല്ലടോ. അതൊന്നും ഒന്നുമല്ല. ദജ്ജാലിൻ്റെ ഇമാറത്തുകളാണ് ഈ നടക്കണമൊക്കെ. ഒക്കെ ദജ്ജാലിൻ്റെ കളികളാണ്. മാമിൻ നബിയിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കോങ്കണ്ണനായ കള്ളനെ പറ്റി പറയാത്തൊരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആ നബിയുടെ കാലത്തും ഈ ചങ്ങാതി ഉണ്ട്. ഓനെ ശ്രദ്ധിച്ചോളി. അവൻ്റെ മൂമെൻസുകളുണ്ട്, അവൻ്റെ കളികളും നടക്കുന്നുണ്ട്. ഏത് കാലത്തുണ്ട്. അവൻ വെളിവായാലും അവൻ വെളിവായിട്ടില്ലെങ്കിലും അവൻ്റെ കളികൾ നടക്കും. ഇനിയൊരു ദിവസം വെളിവാകും. എങ്ങനെ വെളിവാകും? ഈ സുൽഖവുമായി വെളിവാകും. ഒരു ഉമ്മത്തിൻ്റെ നേതാവായിട്ട് വെളിവാകുക. അല്ലാതെ കൊല്ലാനും തല്ലാനും അല്ല വരിക. ദജ്ജാൽ വന്നാൽ മുസ്ലിങ്ങളടക്കം ദജ്ജാലിനെ പ്രശംസിക്കും. ഇല്ലാമൻ അസമഹുല്ലാഹു ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് അള്ളാഹു സംരക്ഷിച്ച വ്യക്തി അല്ലാത്തൊരു മുഴുവനും അവനെ പ്രശംസിക്കും. ദജ്ജാലിൻ്റെ പിന്നാലെ നടക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അവർക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഈ ദജ്ജാലിയൻ സംസ്കാരത്തിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ എത്ര അറബ് രാജാക്കന്മാരുടെ പേരുണ്ട്. അവരെ പ്രശംസിച്ചാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞാൽ ഈ ഉമ്മത്ത് മൊത്തങ്ങൾക്കെതിരാവും. ഏതെങ്കിലും ഒരു അറബ് രാജാവിനെതിരെ ഞാനിപ്പോൾ ഈ പ്രസംഗത്തിൽ പേരുൾപ്പെടുത്തിയാൽ ഇത് കഴിഞ്ഞാൽ ഈ കേരളം മുഴുവനും എൻ്റെ പേരെതിരാവും. പണ്ടും അങ്ങനെ ആയിട്ടുണ്ട്. ഇഞ്ഞോ എന്തുകൊണ്ട്? അവരെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക. അന്നം തരുന്ന നാട് എന്നാണ്. അന്നാണ് ഇപ്പോൾ വലിയ വിഷയം. അന്നാണ് വലിയ വിഷയമെങ്കിൽ എന്തിനാടാ സയ്യിദുൽ അംബിയാ പട്ടിണി നടന്ന ആയുസ് മുഴുവനും? ഇത് അന്നം തരുന്ന നാടല്ലേ എന്ന് പറഞ്ഞു. അന്നം എന്നതൊന്നുമല്ല എന്ന് പഠിപ്പിക്കാനാണ് മുത്തുനബി വന്നത്. അന്നം ഒന്നുമല്ല കേട്ടോ. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ഫീ ശഹറൈൻ മുതതാബിഈൻ. അന്നം കുടിച്ച് തിന്നിട്ടില്ല, വെള്ളം കുടിച്ച് ഒന്നുമില്ല. فما في تلك الأيام يا أم المؤمنين فما هي إلا التمر والماء എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി രഹസ്യം നാം വിജയിച്ചിട്ടുണ്ട്. ബിസിറ്റിൻ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മുഹമ്മദാണ്. ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം മുഹമ്മദ്. അതൊരു വിജയമാണ്. നമുക്കത് അറിയൂല. പിന്നെ നമ്മൾ ഇറങ്ങി ചെല്ലണം. പിന്നെ നമ്മളെ മറക്കണം. പിന്നെ നമ്മളെ മറക്കണം. എന്നൊരു വാക്കുണ്ട്. ഞാൻ ആ ഊരൻ്റെ വസ്ത്രത്തിന് പിടിച്ചിരിക്കുക. നമ്മളൊരു വരിയുണ്ട്. ഞാൻ ആ ഊരക്ക് പിടിച്ചിരിക്കുക. فبرهام هذا العبد
بالحقب العائد فلم يك يخشى من سواك أميرا فبرهام إبراهيم هذا العبد ഈ അടിമയായ ഇബ്രാഹിം ബിൽഹിഖബി ലായിദുൻ അങ്ങയുടെ അരയുടുപ്പിനെ പിടിച്ചിരിക്കുക. ഫലം യകു യഖ്ശാ അപ്പോൾ ഭയപ്പെടുകയില്ല ഈ ഇബ്രാഹിം മിൻ സിവാക അങ്ങേ അല്ലാത്ത അമീറൻ ഒരു അമീറിനെയും. നമുക്കെല്ലാ അമീറിനെയും പേടിയാണ്. എന്തുകൊണ്ട്? നമ്മുടെ റസൂലുള്ളാഹിന്റെ ഊരമ്മ പിടിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഊരമ്മ പിടിച്ചവർക്ക് അമീറിനെ പേടിയുണ്ടാവില്ല. പിന്നെ ഓനാണ് അമീർ. റസൂലുള്ളാഹിന്റെ ഊരം ഒരാൾ പിടിച്ചാൽ അവനാണ് അമീർ. നിങ്ങളല്ലാത്തൊരു അമീറിന് ഞാൻ പേടിക്കൂല. പേടിക്കാൻ ഒരു രാജാവിനെയും പേടിയില്ല. ഒരു രാജാവിനെ എനിക്ക് പേടിയില്ല. ഒരു രാജാവിനെയും എനിക്ക് പേടിയില്ല. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഊരൊക്കെ പിടിച്ചിരിക്കുക. റസൂലുള്ളാഹിന്റെ ഊരൊക്കെ പിടിച്ചവരൊക്കെ എന്തിനെ പേടിക്കാനാണ്? നമ്മൾ നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് റോമിൻ്റെ ഒരു കഥ ഉണ്ട്. റോമിൽ ഒരു പോപ്പിന് ഹൃദ്രോഗം വന്നുപോയി. അപ്പോൾ പരിശോധിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഒരു ഹൃദയം കിട്ടാതെ ഇനി പോപ്പിനെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പം എല്ലാ ദിവസവും ആളുകൾ വന്നിട്ട് പോപ്പിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ രോഗം അന്വേഷിക്കാൻ വേണ്ടി ആളുകൾ, രോഗം കലശലായി എന്നറിഞ്ഞപ്പോൾ ആയിരക്കണക്കായ ആളുകൾ വന്ന് അന്തപുരത്തിൻ്റെ മുന്നിൽ വന്ന് കാത്തുനിന്നു. എല്ലാവരും വേദനിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു, പരിശുദ്ധ പിതാവ് നഷ്ടപ്പെടുക. അപ്പോൾ വിഷഗ്വരന്മാർ ഒരു തീരുമാനത്തിലെത്തി, നമുക്കൊരു ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ട് വേറൊരാൾ ഹൃദയം കിട്ടുകയാണെങ്കിൽ തന്നെ പഠിപ്പിക്കാം, അങ്ങനെ നമുക്ക് പരിശുദ്ധ പിതാവിനെ രക്ഷപ്പെടുത്താം എന്ന് ഒരു കഥയാണ്. അങ്ങനെ ആയിരക്കണക്കായി പരിശുദ്ധ പിതാവിന് വേണ്ടി കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് അടകിലേക്ക് വിഷഗ്വരന്മാർ വന്ന് പറഞ്ഞു, ആരുടെയെങ്കിലും ഒരാളുടെ പരിശുദ്ധ പിതാവിനെ ഇഷ്ടപ്പെട്ടവരാണല്ലോ നമ്മളെല്ലാവരും. പിതാവിന് ഒരു ഹൃദയം വേണം. ഒരാളുടെ ഹൃദയം കൊടുത്താൽ പരിശുദ്ധ പിതാവിനെ ജീവൻ രക്ഷിക്കുകയും പരിശുദ്ധ പിതാവ് നമ്മെ നയിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം. ഒരു കഥയാണ്. അങ്ങനെ അപ്പോൾ വിഷഗ്വരന്മാർ കുടുങ്ങി. കാരണം ആയിരക്കണക്കിന് ഹൃദയം ആവശ്യം. എത്ര ഹൃദയം മതി? ഒരു ഹൃദയം മതി. എല്ലാവരും തുള്ളിച്ചാടി, എന്നെ ഏറ്റെടുക്കൂ, എന്നെ തിരഞ്ഞെടുക്കൂ, ഞാൻ പരിശുദ്ധ പിതാവിന് ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം. ആയിരക്കണക്കായ ആളുകൾ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ കഴിയൂല. നിങ്ങളെല്ലാവരും പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. കാരണം എല്ലാവരുടെയും കൂടി ഹൃദയം കൊടുക്കാറിനാൽ അതെടുക്കാൻ നടക്കുന്ന കാര്യമല്ല. ഇവിടെ ആകട്ടെ ഒരു ഹൃദയത്തിൻ്റെ ആവശ്യം. എന്താ ചെയ്യുക? ഇനിയൊരു പക്ഷിയുടെ തൂവൽ കൊണ്ടുവന്നു. അപ്പോൾ വിഷഗ്വരന്മാരുടെ കൂട്ടത്തിലൊരാൾ, ഞങ്ങൾ അങ്ങനെ താഴത്തേക്ക് ഒരു മണൽ വരെ ഇട്ടാൽ താഴത്തേക്ക് പോകാത്ത അത്ര ആയിരക്കണക്കായ ആളുകൾ കെട്ടി നിൽക്കുന്ന മുട്ടപ്പാവിന് അന്തപുരത്തിന് മുകളിൽ കയറുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഈ തൂവൽ താഴെ ഇടും. ആരുടെ തലയിലാണോ അത് വീണത് അവനാണ് ഭാഗ്യവാൻ, അവൻ്റെ ഹൃദയം എടുക്കും. എല്ലാവരും നിന്നു. പക്ഷേ തൂവലൊരാളുടെ തലയിലും വീണില്ല. എന്തേ? ഓരോരുത്തർ മാറും. തൂവൽ വരുന്നതിനനുസരിച്ച് വെടവുണ്ടായി ഒഴിവായ തൂവൽ നിലത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്ക് നബിയോടുള്ള സ്നേഹം. ഒക്കെ നബി സ്നേഹമാണ്. എല്ലാവർക്കും ഇഷ്ക് മജ്ലിസും പുഷ്ക് മജ്ലിസുമാണ്. ആ ഇഷ്ക് മജ്ലിസ് കൊണ്ട് നടക്കാൻ വയ്യ നാട്ടിലാണ്. അതൊക്കെ ഇഷ്ക് മജ്ലിസ് കഴിഞ്ഞാൽ പുഷ്ക് മജ്ലിസ് ഉണ്ടാവും, ബിരിയാണി, അത്രയും അർത്ഥമുള്ളൂ. നമുക്ക് റസൂലുള്ളാഹിനെ സ്നേഹം തുടങ്ങാൻ തന്നെ കഴിയില്ല. കാരണം റസൂലുള്ളാഹിനെ പറ്റി ഒന്നും നമുക്കറിയില്ല. അറിയണമെങ്കിൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങിയാലേ കാണുള്ളൂ. താഴത്തേക്ക് ഇറങ്ങാതെ ഒരിക്കലും നബിയെ കാണാൻ കഴിയില്ല. ത്യാഗം ഉണ്ടാതെ അള്ളാഹിൻ്റെ വഴി പ്രവേശിക്കൂല. ത്യാഗത്തിൽ പ്രവേശിച്ചാലേ നബിയെ കണ്ടെത്തുള്ളൂ. ത്യാഗത്തിന് നമ്മൾ തയ്യാറില്ല. ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ നബിയെ കണ്ടെത്തുള്ളൂ. എന്തുകൊണ്ട്? സയ്യിദു സാഹിദിന മുഹമ്മദ്, സാഹിദികളുടെ നേതാവാണ് മുഹമ്മദ്. ഈ മുതലാളിമാരെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇഷ്ടാഭിഷ്ടങ്ങൾക്കനുസരിച്ച് ഫത്വ ഇറക്കി നടക്കുന്ന നമ്മളൊക്കെ എന്ത് സുഹൃത്താണ്? നമ്മളെവിടെ എത്താനാണ്? ഞങ്ങൾ നബിയെ എങ്ങനെ കണ്ടെത്താനാണ്?
ഈ വഴിയിൽ ഒരിക്കലും നബി ഉണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് സാഹിദീനാണ് മുഹമ്മദ് മുസ്തഫ. രാജാക്കന്മാരും മന്ത്രിമാരും തന്നെ പ്രശംസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മദ്രസത്തുൻ നിളാമിയയിലെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചൊരു മനുഷ്യൻ. പിന്നെ 10 കൊല്ലം, അന്ന് 45 വയസ്സ്. പിന്നെ അലിഞ്ഞു. പിന്നെ ആ മനുഷ്യൻ നബിയെ കണ്ടെത്തി. പിന്നെ തിരിച്ചു വന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നെ 2 കൊല്ലം ജീവിച്ചു. ആ 2 കൊല്ലം മിണ്ടിയില്ല, മിണ്ടിയിട്ടേ ഇല്ല. വെള്ളമില്ല, പ്രസംഗമില്ല, ഒന്നുമില്ല, മിണ്ടില്ല. പക്ഷെ ആ മനുഷ്യനെ കണ്ടവർക്കൊക്കെ ഈമാൻ കിട്ടി. അതാണ് അബൂ ഹമീദ് അൽ ഗസാലി. എല്ലാം ഒഴിവാക്കി. ഏതെങ്കിലും പള്ളിൻ്റെ ഹൗലിൻ്റെ സൈഡിൽ പോയി പാർക്കുമ്പോൾ മുല്ലാക്കന്മാർ വന്നിട്ട് ബാണ്ടൊക്കെ ഇട്ട് വിളിച്ചറിയും, ഏതായി ചങ്ങായി, എവിടുന്നോ കുറ്റിയും പറിച്ചു. പള്ളിയിലെ തോപ്പ് ഏറ്റെടുക്കുക. ദർസ് ഹാളിൽ ഡമാസ്കസിൽ നിൽക്കുന്ന സമയത്ത് ദർസ് നടത്തുന്നതിന് മുമ്പ് പള്ളി എന്ത് ചെയ്യണം, അടിച്ചു വാരി ഒക്കെ പള്ളിയിലെ കാർപ്പറ്റ് അടിച്ചു വാരി വൃത്തിയാക്കണം. അപ്പോൾ പണിയെടുക്കുന്നതിനിടയിൽ കുട്ടികൾ വന്ന് ചീത്ത പറയും, അവിടെ എത്രയോട് പറഞ്ഞാൽ നേരത്തെ ചെയ്യണം. ആ ക്ലാസ് നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കും ഉസ്താദ് ഖാലൽ ഇമാമുൽ ഗസാലി. ഇമാം ഗസാലി പറഞ്ഞു. ആരാണ് ഇമാം ഗസാലി? ആ പള്ളി അടിച്ചു വരുന്ന ആള്. അയാൾ ഇപ്പം ചീത്ത പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അതാണ് ആളുകൾ. അള്ളാഹനെ കണ്ടെത്തുകയും ചെയ്തു, റസൂലിനെ കണ്ടെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോവുകയാണ് കാരണം ഇറങ്ങി. അക്കൊല്ലം പോകാൻ പറഞ്ഞിട്ടില്ല. ഹജ്ജിന് പോകണമെങ്കിൽ ലബ്ബൈക, നിനക്ക് ഞാൻ ഉത്തരം തരികയാണെന്ന് പറയുകയാണെങ്കിൽ നിന്നെ തിരിയണല്ലോ. 10ാമത്തെ കൊല്ലാണ് അള്ളാഹു ഫതഹ് ചെയ്ത് കൊടുത്തത്. 10ാമത്തെ കൊല്ലം. ആ കൊല്ലം ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ ഒന്നിനും വേണ്ടിയില്ല. ആ മുഖത്തേക്ക് നോൽക്കൊക്കെ കൈമാ കിട്ടി. എന്നെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യം. ആ രഹസ്യം നമ്മൾ പറയാന്നല്ല, ഒക്കെ അതിൻ്റെ ചായയും കടിയും കിട്ടുന്നല്ലാതെ ഒന്നുമില്ല. അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അത് ത്യാഗത്തിൻ്റെ വഴിയാണ്. കരത്യാഗം. സുഖാനുഭവിക്കാത്ത മനുഷ്യന്മാരുടെ വഴിയാണത്. ജീവിതത്തിൽ സുഖാനുഭവിക്കുന്ന സുഖല്യ ഉണ്ട്, പണമുണ്ട്, പക്ഷെ സുഖല്യ. എല്ലാം ഉണ്ട്. നമുക്കൊന്നുമില്ലെങ്കിലും സുഖമുണ്ട്, അവർക്കും എല്ലാം ഉണ്ടെങ്കിലും സുഖമില്ല. അതാണ് സാഹിത്യങ്ങൾ. അവരാണ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു രഹസ്യം കൊണ്ട് നാം വിജയിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് മുമ്പ് അതാർക്കും കിട്ടിയിട്ടില്ല. അത് നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോവുക. നമുക്ക് മുമ്പ് അത് സംരക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. അതിന് ആർക്കും അത് കിട്ടിയിട്ടില്ല. അത് നമ്മൾ കൊണ്ടുപോകണം, സംരക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകണം. അത് നമുക്ക് കിട്ടിയ വിജയമാണ്. അതാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞിട്ടെങ്കിലും ആ ഒരു പ്രകാശം വീശിയടിക്കുന്ന ഹൃദയം അള്ളാഹു നമുക്കും തരട്ടെ. മുത്തനബിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും പറഞ്ഞെങ്കിലും ഒന്നും കിട്ടിയാലോ അള്ളാഹു നമുക്ക് തരട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين بفضل صلى الله على سيدنا محمد.